നമസ്കാരം. ബംഗാളിൽ 8 മണ്ഡലത്തിലേക്ക് വോട്ടെടുപ്പ് നടന്ന 4ാം ഘട്ടത്തിലും വൻ ആക്രമണമാണ് തിങ്കളാഴ്ച പലയിടത്തും ഉണ്ടായിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസും BJPയുമാണ് പ്രധാനമായും ക്രൂരമായ വ്യാപക ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. ബൂത്ത് പിടുത്തവും വോട്ടർമാരെ തടയലും കള്ളവോട്ടും വ്യാപകമായാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ബർധുമാൻ ജില്ലയിലെ ഖേദുഗ്രാമിൽ തൃണമൂലുകാർ ഗ്രൂപ്പ് തിരിഞ്ഞുണ്ടായ സംഘർഷത്തിൽ മിൻറ്റു ഷേഖ് എന്നയാൾ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. എന്നിട്ട് ഈ ആക്രമണം നടത്തിയത് CPM പ്രവർത്തകരാണെന്നാണ് BJPയും തൃണമൂലും ഇപ്പോൾ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. വിവിധ മണ്ഡലങ്ങളിൽ നടന്ന സംഘർഷത്തിൽ നിരവധി പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. CPM പ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേരെ ആശുപത്രികളിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ബഹ്റാംപൂർ, കൃഷ്ണനഗർ, റാണാഘട്ട്, ബോൾപൂർ, ബിർഭൂം, ബർധമാൻ ഈസ്റ്റ്, ബർധമാൻ, ദുർഗാപൂർ, അസൻസോൾ എന്നീ മണ്ഡലങ്ങളിലേക്കാണ് ഇന്നലെ വോട്ടെടുപ്പ് നടന്നത്. കൃഷ്ണനഗർ മണ്ഡലത്തിൽ നാരായൺപൂരിലെ 2 ബൂത്തിൽ കള്ളവോട്ട് തടഞ്ഞ CPM ഏജന്റുമാരെ തൃണമൂലുകാർ മർദ്ദിച്ച് അവശരാക്കി ഇറക്കിവിട്ട സംഭവവും പുറത്തുവരുന്നുണ്ട്. സംഘർഷത്തിൽ ഹസ്മുദ് ഷേഖ് എന്ന CPM പ്രവർത്തകന്റെ തലയ്ക്കും പരിക്കേറ്റു. ചപ്പട മേഖലയിൽ ആക്രമണം നടത്തിയ തൃണമൂലുകാരെ കൃഷ്ണനഗർ CPM സ്ഥാനാർത്ഥി SM സാദി നേരിട്ട് ചെറുത്തു നിൽക്കുകയാണ് ചെയ്തത്. CPM ഇത്തവണ അധികാരത്തിൽ വരുമെന്ന ഭയവും തങ്ങൾക്ക് അധികാരം നഷ്ടപ്പെടുമെന്നുള്ള BJPയുടെയും തൃണമൂലിൻ്റെയും ആശങ്കകളുമാണ് ഇത്തരത്തിൽ ബൂത്ത് പിടുത്തവും സംഘർഷങ്ങൾക്കും കാരണമായിക്കൊണ്ടിരിക്കുന്നത്. ബർധമാൻ പൂർവ്വ മണ്ഡലത്തിലെ പല ഭാഗങ്ങളിലും തൃണമൂൽ ആക്രമണം CPM പ്രവർത്തകർ സംഘടിതമായി ചെറുത്തുനിന്നു. ബഹ്റാംപൂരിൽ മണ്ഡലത്തിലെ ബൂത്ത് സന്ദർശനത്തിനെത്തിയ കോൺഗ്രസ് സ്ഥാനാർത്ഥി അധീർ രഞ്ജൻ ചൗധരിയെ പലയിടത്തും തൃണമൂലുകാരും പോലീസും തടയാൻ ശ്രമിച്ചു. ബർധമാൻ ദുർഗാപൂർ മണ്ടേശ്വരിൽ BJP സ്ഥാനാർത്ഥി ദിലീപ് ഘോഷിനെ തൃണമൂലുകാർ തടഞ്ഞ് വാഹനവും അടിച്ചു തകർത്തു.